ശ്രീ വി ജോയ്. സാറേ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ അങ്ങയുടെ വിശദീകരിക്കുകയുണ്ടായി. ഈ നിർദ്ദിഷ്ട ഭൂഗർഭ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അസത്യങ്ങൾ, ആശങ്കകൾ ജനങ്ങളുടെ ഇടയിലേക്ക് പരത്തുകയാണ്. ഇത് ബാലരാമപുരത്തുനിന്ന് ആരംഭിച്ച് ഇപ്പോൾ അവിടെ നിലവിലുള്ള ചെറിയ ഒരു ഹാർബറുണ്ട്. ആ ഹാർബറിലേക്കാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഹാർബർ തന്നെ ഇല്ലാതാകുന്നു എന്ന വലിയ ആശങ്ക ഞങ്ങളാണിതിൻ്റെ കൊണ്ടുവന്നതിൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ തന്നെ രഹസ്യമായി ഇറക്കി വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വസ്തുത? നമ്മൾ ഈ ഹാർബർ നശിച്ചു പോകുമോ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ തുടർന്നുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല രൂപത്തിലുള്ള അപവാദ പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും എല്ലാം നടത്തിയെങ്കിലും ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ത്വരിതഗതിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോയി ഈ 2024 അത് കമ്മീഷൻ ചെയ്യുമെന്നും ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭൂഗർഭവാദം വന്ന് ഹാർബറിൻ്റെ അവിടെ വന്ന് തൊഴിൽ നഷ്ടപ്പെടുമെന്ന അപവാദ പ്രചരണവും അടിസ്ഥാനരഹിതമാണ്. അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അവിടുന്ന് മുകളിലേക്കാണ് വീണ്ടും പോവുക. മാത്രമല്ല, ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ വീണ്ടും അവിടെ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച നടന്നു വരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് അതിൻ്റെ അന്തിമ രൂപം നൽകും.